പാക് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ സെയ്ദ് ഹൈദർ ഷായെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിളിപ്പിച്ചു. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ദില്ലിയിൽ നിന്ന് ഉണ്ണി, നയതന്ത്രപരമായി കൂടുതൽ കർക്കശമായ നടപടികളിലേക്ക് കടക്കുകയാണ് ഇന്ത്യ എന്നുള്ള സൂചന നൽകിക്കൊണ്ടുള്ള നീക്കമാണ് നടക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? അപർണ, ഇപ്പോൾ പാകിസ്ഥാന്റെ ഇന്ത്യയിലുള്ള ഉപസ്ഥാനപതിയെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് വിദേശകാര്യ സെക്രട്ടറി. കൃത്യമായി ഇന്ത്യയുടെ പ്രതിഷേധം അറിയിക്കാൻ തന്നെയാണ് ഈ ഒരു നീക്കം നടക്കുന്നത്. കാരണം ഇന്ത്യയുടെ പൈലറ്റ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുണ്ടെന്ന അവകാശവാദം പാകിസ്ഥാൻ ഉന്നയിക്കുന്നു. അതിനുശേഷം പാക് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു. പിന്നീട് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള പ്രസ്താവനയിൽ തന്നെ ഇന്ത്യയുടെ പൈലറ്റുമാർ കസ്റ്റഡിയിലുണ്ടെന്ന് പറയുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഔദ്യോഗികമായി എന്തുകൊണ്ട് ഇക്കാര്യം ഇന്ത്യ അറിയിച്ചില്ല എന്നതിൽ വിശദീകരണം തേടിക്കൊണ്ട് പാകിസ്ഥാൻ ഉപസ്ഥാനപതിയെ ഇന്ത്യ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിലേക്കാണ് പാക് ഉപസ്ഥാനപതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. കൃത്യമായും ഇന്ത്യ ചോദിക്കാൻ പോകുന്ന കാര്യം, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും സൈനിക താവളങ്ങളെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണ ശ്രമം എന്തുകൊണ്ട് ഉണ്ടായി, അതോടൊപ്പം തന്നെ ഈ ഇന്ത്യൻ പൈലറ്റുമാർ അവരുടെ കസ്റ്റഡിയിൽ ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇന്ത്യ ആരായാൻ പോകുന്നത്. നയതന്ത്ര തലത്തിൽ സമ്മർദ്ദം ശക്തമാക്കുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കം. നയതന്ത്ര സമ്മർദ്ദത്തിലൂടെ മാത്രം കാര്യങ്ങൾ നടക്കുമോ എന്നതും ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും നയതന്ത്ര സമ്മർദ്ദം ശക്തമാക്കുക എന്നതാണ് ആദ്യ പരിഗണനയായി ഇന്ത്യ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷം എത്തിയിരിക്കുന്ന തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാന്റെ ഇന്ത്യയിലെ ഉപസ്ഥാനപതിയെ വിളിച്ചു വരുത്തി വിശദീകരണം തേടാനും പ്രതിഷേധം അറിയിക്കാനുമുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇന്ന് പകൽ തന്നെ അങ്ങനെ ഒരു നടപടി ഉണ്ടായിരുന്നു. അതിർത്തിയിൽ ഇന്ത്യ പാക് വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയിലുള്ള ഉപസ്ഥാനപതിയെ വിളിച്ചു വരുത്തിക്കൊണ്ട് പ്രതിഷേധം അറിയിച്ചിരുന്നത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കൃത്യമായി പ്രതിഷേധം അറിയിക്കാനുള്ള ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കം. അതോടൊപ്പം തന്നെ ഉണ്ണി, സൈനിക നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനൊപ്പം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നയതന്ത്രപരമായ കാര്യങ്ങളിലും ഇന്ത്യ കൃത്യമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുകൂടി വ്യക്തമാക്കുകയല്ലേ ഈ നീക്കം? ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പമാണ് എന്ന് ചൈനയും റഷ്യയുമെല്ലാം പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള നയതന്ത്ര നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതലായി പ്രതീക്ഷിക്കേണ്ടതായും വരുമോ? തീർച്ചയായും ഈ രണ്ട് സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. നയതന്ത്ര തലത്തിലുള്ള സാധ്യതകൾ, അതോടൊപ്പം തന്നെ മറ്റ് സാധ്യതകൾ, ഇത് രണ്ടും പരിശോധിക്കുന്നു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു പൈലറ്റിനെ കാണാതായിരിക്കുന്നു എന്ന കാര്യം വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. കാണാതായിരിക്കുന്നു, എന്നാൽ പാകിസ്ഥാന്റെ പക്കലുണ്ടെന്ന് അവർ പറയുകയും ചെയ്യുന്നു. അക്കാര്യത്തിൽ പാകിസ്ഥാന്റെ പക്കലുണ്ടെന്ന അവകാശവാദം ശരിയാവുകയാണെങ്കിൽ പാകിസ്ഥാനുമായി ചർച്ചകളിലൂടെയാണോ, ഏത് നയതന്ത്ര സമ്മർദ്ദത്തിലൂടെയാണോ ഈ പൈലറ്റിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നത് തന്നെയാണ് ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. അന്താരാഷ്ട്ര ഏജൻസികളെ സമീപിച്ചുകൊണ്ട് ആ തരത്തിലുള്ള സാധ്യതകളും പരിശോധിക്കാം. പക്ഷേ അതിന് കൂടുതൽ സാവകാശമൊക്കെ എടുക്കുന്ന നടപടികളാണ്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിക്കുമെന്നതിന്റെ ഒരു സൂചനയായി ഇപ്പോൾ ഈ ഉപസ്ഥാനപതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്ന നടപടിയെ കാണാം. അത് നയതന്ത്ര തലത്തിലുള്ള ഇടപെടലാണ്. പക്ഷേ അതിലുപരിയായ സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പാക് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ സെയ്ദ് ഹൈദർ ഷായെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. ആഭ്യന്തര മന്ത്രാലയം വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നയതന്ത്രപരമായ നീക്കങ്ങളിലേക്കും സൈനിക നടപടികൾക്കൊപ്പം തന്നെ ഇന്ത്യ കടക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമാവുകയാണ്. വിവരങ്ങളാണ് ഉണ്ണികൃഷ്ണൻ ദില്ലിയിൽ നിന്ന് നൽകിയത്.